ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനത് ഇന്ന് തണ്ണിമത്തം വെച്ചൊരു വെടിക്കെട്ട് ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. തണ്ണിമത്തം മാത്രമല്ല കേട്ടോ, കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റമൊക്കെ ഉണ്ട്. അതൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ടൊരു ഐറ്റം സെറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്താണെന്നല്ലേ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. Ini apa tuh baca? അപ്പോൾ ഇത് ഞാനൊരു പാത്രം എടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് ചൈന ഗ്രാസ് ഞാനൊന്ന് അതിലോട്ടൊന്ന് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ കാര്യങ്ങൾ എത്രമാത്രം ഞാൻ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടെന്നൊക്കെ സകല കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഇത് ചൈന ഗ്രാസ് നല്ലതുപോലെ ഒന്ന് കഴുകിയതേ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പുറത്ത് വിറകടുപ്പിൽ തന്നെ നമ്മുടെ ഒരു ചീനച്ചട്ടിയിൽ വെള്ളം വെച്ചു. ആ വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മുടെ ആ ചൈന ഗ്രാസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഗ്ലാസ് വെള്ളം എന്നുള്ളതെല്ലാം ഞാൻ കറക്റ്റ് അളവും കാര്യങ്ങളും കൊടുത്തിരിക്കാമേ. പിന്നെ അതേ ഞാൻ ആവശ്യത്തിന് കുറച്ച് മധുരം കൂടെ, അതായത് പഞ്ചസാര കൂടെ ഞാനത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഇതൊന്ന് അലിഞ്ഞതിന് ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മധുരത്തിന് എത്രയാണോ നിങ്ങൾക്ക് മധുരം വേണ്ടത് ആ അളവിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ചൈന ഗ്രാസ് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി, അതായത് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പഞ്ചസാരയോടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് സെറ്റായതിന് ശേഷം ഒരു ചെറു ചൂടോടെ എടുക്കുക കേട്ടോ. കാര്യം ഇത് നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് സെറ്റാവുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാലോ, അപ്പോൾ പഞ്ചസാരയ്ക്ക് നല്ലപോലെ അലിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലേക്ക് ഇതേപോലെ ഒന്ന് മാറ്റുക. ഒരു ചെറു ചൂടോടെ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ ഇതിലിരുന്ന് തന്നെ സെറ്റായി കളയും. അപ്പോൾ ഐറ്റം ഒന്ന് ഞാനൊന്ന് പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു വെച്ചു. ഇനി നമ്മളെ ബാക്കി വെച്ചിരിക്കുന്ന നമ്മളെ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മിക്സിൽ കൂടെ തന്നെ അത് ഒഴിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ തണ്ണിമത്തങ്ങ ഉള്ളിലേക്ക് ഇതേപോലെ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ കോരി ഇട്ടതിന് ശേഷം അതിൽ നമുക്കിത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെങ്കിലും നിങ്ങൾക്കത് ചെയ്യാം. എന്തായാലും ഞാൻ ഇതുപോലെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ സെറ്റാക്കിയതിന് ശേഷം ഇതിൻ്റെ പുറമേ തന്നെ നമ്മൾ ഈ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ തട്ടി കൊടുക്കുക. അടിയിലെല്ലാം കറക്റ്റായിട്ട് നമ്മളെ അലിഞ്ഞ ചൈന ഗ്രാസ് നമ്മളിപ്പോൾ ഒഴിക്കുമ്പോൾ അത് അടിഭാഗത്തെല്ലാം കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് തട്ടി ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇപ്പോഴേ അത് ചെറിയ ഒരു എന്താ പറയുക നല്ലൊരു ഒരു കട്ടിയൊക്കെ ആയി തുടങ്ങി കേട്ടോ. അതുകൊണ്ട് അധിക സമയം വെച്ചിരിക്കരുത്, പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഒഴിച്ച് സെറ്റാക്കി കൊടുക്കാനും പ്രത്യേകം മറക്കരുത് കേട്ടോ. പിന്നെ ഇത് ഏകദേശം ഒരു 2-3 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് സെറ്റാക്കി എടുക്കും കേട്ടോ. പക്ഷേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് പെട്ടെന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അതായത് നമ്മുടെ സാധാ ഈ വെജിറ്റബിൾ ബോക്സിൻ്റെ ആ ഭാഗത്തോടെങ്കിലും വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ വെച്ച് ഒരു 2 മണിക്കൂർ, കറക്റ്റ് ഞാൻ 2 മണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാതാണെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 മണിക്കൂറൊക്കെ കൂടുതൽ വെക്കേണ്ട വരും കേട്ടോ. എന്തായാലും എല്ലാം നല്ലപോലെ കറക്റ്റ് ഫില്ലായിരുന്നു, നല്ലപോലെ തട്ടി സെറ്റാക്കി വെച്ചു. പിന്നെ അടപ്പൊക്കെ ഒന്ന് വെച്ച് അടച്ചു. ഇനി ഒന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ച് കേട്ടോ.
അങ്ങനെ ദേ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ തണ്ണിമത്തൻ ദേ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കുകയാണേ. അങ്ങനെ ദേ നമ്മുടെ ഗ്ലാസ് പുഡിംഗ് ദേ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കഴിക്കാം. സംഗതി അടിപൊളി. അങ്ങനെ പറയാം, വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടക്കാച്ചി വീഡിയോ കാണാം. അതുവരെ ബൈ.